ഈ ആദ്യത്തെ 1-2 വീടായിരിക്കും നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചിരുന്നപ്പം ഒരു വർഷം നിങ്ങളുടെ സാലറി എന്താണോ ചിലപ്പോൾ അത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺസ് അച്ചീവ് ചെയ്യാനുള്ള ഓവർ ദ ലോങ് ടേം പറ്റും. അതെ, നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബാധ്യതയായിരിക്കും നമുക്ക്, പക്ഷേ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കണം. ഒരു 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വീട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് റിട്ടയർമെൻറ്റ് നിങ്ങൾ സെറ്റായി. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് അവർ ഗ്രീഡ് കൊണ്ടാണോ ചെയ്യുന്നത്? ഈ വീട് മേടിക്കുന്നതിൻ്റെ അർജൻസി അവർക്കില്ല. ബിക്കോസ് അവർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 200,000 ഇൻകം ഉണ്ട്. അവർക്ക് താമസിക്കാൻ ചിലപ്പോൾ ഒരു വീടുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. പക്ഷേ അതിലും കൂടുതൽ എനിക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. IT ഫീൽഡിലുള്ള ആൾക്കാർക്ക് നല്ല ഇൻകം ഉള്ള ആൾക്കാരാണ്. അതെ അതെ. പക്ഷേ അവർ ഒരിക്കലും പൈസ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നമുക്കൊരു കോൺട്രാക്റ്റ് തീരുമ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്. അയ്യോ ഇനിയിപ്പോൾ അടുത്തൊരു കോൺട്രാക്റ്റിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ബിസി ആയിരിക്കും. ഒന്നെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്, ഡിസ്പോസ് ചെയ്ത് കളയാ, പോകേണ്ട പൈസ ഒക്കെ പോയാണ് പോവുക. അതെ അതെ, ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുക. ആബ്സല്യൂട്ട്ലി അല്ലേ? തീർച്ചയായിട്ടും കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കറക്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കൂടെ വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യാതെ വേണം നിങ്ങളൊരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ. ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെലികോപ്റ്റർ മേടിക്കാനൊക്കെ പറ്റുമോ? നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് പ്രോപ്പർട്ടിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിവേകാണ്. അദ്ദേഹം IT പ്രൊഫഷണലാണ് ബേസിക്കലി. പക്ഷേ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ചും വീട് മേടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബയേഴ്സ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വിവേക, നമസ്കാരമുണ്ട്. നമസ്കാരം ജിൽസ്. എന്നാ പറയുന്നു? സുഖം, അങ്ങനെ പോകണം. അല്ലേ? നാട്ടിൽ പാലക്കാടാണ്. പാലക്കാടാണ്. അതെ അതെ. പാലക്കാട് കാരൻ ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാരെ മുഴുവൻ വീട് മേടിപ്പിക്കുമോ? അതെ, പിന്നെ തീർച്ചയായിട്ടും. ശരി. പാലക്കാട് നിന്ന് നേരിട്ട് ഇങ്ങോട്ട് പോരുവാണോ ചെയ്തത്, അതോ വേറെ എവിടെയെങ്കിലും തങ്ങിയിട്ട് വരുന്നതാണോ? നേരിട്ട് ഇങ്ങോട്ട് വന്നു തന്നെ. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അല്ലേ? ഓക്കെ ഓക്കെ. IT കുറേ നാളായോ? IT കുറേ 10-17 വർഷം ആണ് IT ചെയ്തു. അതെ. മതിയായിട്ടാണോ അതോ? അല്ല, അങ്ങനെയല്ല. നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഒരു പാഷനാണ്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ. പലർക്കും ഒരു എവിടെ വീട് മേടിക്കണം, എങ്ങനെ മേടിക്കണമെന്നും ഒന്നും അറിയില്ല. അപ്പോൾ അവർക്കൊരു ഗൈഡായിട്ടും പിന്നെ ഒരു പബ്ലിക് ഇൻട്രാക്ഷനൊക്കെ കൂട്ടാനുള്ള നല്ലൊരു സെറ്റപ്പാണത്. പിന്നെ IT ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാർ ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലിരിക്കണ്ടേ? അതെ അതെ. ഇതാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാം, ഒരു ചാൻസ്, അങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ടല്ലേ? ശരിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചിരുന്നപ്പം ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചും അത് വീട് മേടിക്കുന്നതിനെക്കുറിച്ചും പ്രോപ്പർട്ടിയെക്കുറിച്ചും ഒരു ഏർലി റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ പ്ലാൻ ഒരു 10 കൊല്ലത്തിനകത്ത് റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇപ്പം 50 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ 60ാമത്തെ വയസ്സിൽ പുള്ളി റിട്ടയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. എന്നാൽ പുള്ളിക്ക് പ്രത്യേകിച്ചൊരു പ്ലാൻ ഇല്ല. പുള്ളിയുടെ പ്ലാൻ ഇപ്പം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം 10%, 12% റിട്ടേൺ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു $1 ലക്ഷം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ പുള്ളിയുടെ 10% റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് വരുന്നത്, അല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് ഈ 100,000 പുള്ളിക്കാരൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ 10% ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്ന ഫുൾ ലോണിൻ്റെ ഗ്രോത്ത് അല്ല വരുന്നത്. തീർച്ചയായിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഒരു 100,000 വേണമെന്നില്ല. ഇപ്പോൾ ഒരു 70,000 എടുത്തിട്ട് നിങ്ങൾ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിൻ്റെ വീട് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മൊത്തം ആ ഒരു 500,000-ൻ്റെ ഗ്രോത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു ഓൺ മണി, അതായത് 70,000 നിങ്ങളൊരു 500,000-ൻ്റെ ഗ്രോത്താണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോങ് ടേം നല്ലൊരു ലൊക്കേഷനിൽ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഷെയറിലിടുന്നതിനെക്കാട്ടിലും ഒരുപാട് ബെനിഫിറ്റ്സ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്കൊരു സ്റ്റേബിൾ അസറ്റാണ്, ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സേഫ് ആൻഡ് സൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ അപ്പോൾ ഇതിലൊരു നമ്മളൊരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അതെ. ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെലികോപ്റ്റർ മേടിക്കാനൊക്കെ പറ്റുമോ? അല്ല, വേണമെങ്കിൽ മേടിക്കാം തീർച്ചയായിട്ടും. അതെ. ഇപ്പോഴത്തെ ഒരു നല്ല ലൊക്കേഷനിൽ മേടിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ മേടിക്കാം. അതെ അതെ. നിങ്ങളുടെ ഇൻകമിനെക്കാട്ടിലും കൂടുതലും റിയൽ എസ്റ്റേറ്റിൽ നിന്ന് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. ഒരു വർഷം നിങ്ങളുടെ സാലറി എന്താണോ ചിലപ്പോൾ അത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺസ് അച്ചീവ് ചെയ്യാനുള്ള ഓവർ ദ ലോങ് ടേം പറ്റും. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിവേകം പ്രോപ്പർട്ടിയിലകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അല്ലേ?
കാരണം കൂടുതൽ ആൾക്കാരും വിക്ടോറിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടുതൽ ആൾക്കാരും വിക്ടോറിയയിലുള്ളവർ നമ്മുടെ ലോക്കലായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് ലോസാണ്. അതെ അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് മുടക്ക് മുതൽ കിട്ടാൻ പറ്റില്ല. ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പൈസ പിന്നെ എന്താണെന്ന് ഒരു 10% നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പേടിക്കുന്നത്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം തന്നെ ഒരു ഫാമിലി ഇൻകം ഒരു 200,000 അടുത്തുണ്ട്. അതെ. പക്ഷേ ഈ 200,000 ഉള്ള വീടുകാർക്കൊന്നും ഒരു പക്ഷേ ഒരു 3-4 പ്രോപ്പർട്ടി ഉള്ളവരല്ല. അതെ. അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും എവിടെ വീട് മേടിക്കണം അറിയില്ല. ഇപ്പോൾ വീട് മേടിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും, ഫാമിലിയുടെ അടുത്ത് ചോദിക്കും, നീ എവിടെ മേടിച്ച് ചോദിക്കും. അപ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണ് പലരും വീട് മേടിക്കുന്നത്. ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആരും എടുക്കാറില്ല. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനോ ഇതിൻ്റെ ഡേറ്റ എവിടെയാണ് പോയിന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയോ ഒരു പേഷ്യൻസോ ഒന്നും അവർക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഡ്രൈവിന് പോയി ഒരു ഫോർ സെയിൽ ബോർഡ് കണ്ടു, അത് അവിടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ മാക്സിമം റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് എന്താണ്, അവർക്ക് നല്ലൊരു പ്രൈസിന് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ വീട് മേടിക്കുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കോസ്റ്റൊക്കെ കൂടും, ഹോൾഡിംഗ് കോസ്റ്റ് ഒരുപാട് കൂടും. അപ്പോൾ പിന്നെ അങ്ങ് സ്റ്റക്കാവും. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വീട് മേടിക്കുന്നതിൻ്റെ അർജൻസി അവർക്കില്ല. ബിക്കോസ് അവർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 200,000 ഇൻകം ഉണ്ട്. അവർക്ക് താമസിക്കാൻ ചിലപ്പോൾ ഒരു വീടുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. പക്ഷേ അതിലും കൂടുതൽ എനിക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. കാരണം എന്തിനാ അർജൻസി? ബിക്കോസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കേടായിരുന്നു, അപ്പോൾ നിങ്ങൾ എന്ത് വില കൊടുത്തും അത് നേരെയാക്കും. ഇപ്പോൾ കാറ് കേടായാൽ നിങ്ങളൊരു പുതിയ കാറ് മേടിച്ചിരിക്കും. പക്ഷെ ഒരു വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വീട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ അർജൻസി ഇല്ലാത്തത് കൊണ്ട് ആൾക്കാരത് മേടിക്കാതെ അങ്ങനെ കുറേ കാലം കഴിയും. പിന്നെ എപ്പോഴെങ്കിലും മേടിക്കുമ്പോഴായിരിക്കും അവർ വിചാരിക്കേണ്ടാവുക, ഈ വീടിൻ്റെ വില ഒരുപാട് കൂടി. അപ്പോൾ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ് മേടിക്കായിരുന്നു, പക്ഷെ നമ്മൾ മേടിച്ചില്ല. അങ്ങനെ പലരും അങ്ങനെയാണ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഓഫ് ഹൗസസിൻ്റെ എണ്ണം കുറയുന്നത്, അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. പൈസ ഇല്ലാത്തത് കൊണ്ടുമല്ല, പക്ഷെ നമുക്ക് മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, നമ്മളൊരു ഫോർസിങ് കാണുന്നത്. അതായത് നമുക്കൊരു പക്ഷേ എന്താ പറയുന്നത്, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇപ്പം ജോലി ചെയ്യാവുന്ന രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കില്ല. അതെ, ശരിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇനി ഒരു 10 കൊല്ലത്തേക്ക് 20 കൊല്ലത്തേക്ക് 50 കൊല്ലത്തേക്ക് പണി ചെയ്യാന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് എന്തുമാത്രം ഇൻകം ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചില്ല, നമ്മൾ എന്തുമാത്രം ഇൻകം സേവ് ചെയ്ത് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് എവിടെയാണ് നമ്മൾ നന്നായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യണം പൈസ. നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുന്നത്, ചുമ്മാ പുട്ടടിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പുട്ടടിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ പുട്ടൊക്കെ നന്നായിട്ട് കഴിക്കണം. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന മാത്രം ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല ഒരിക്കലും, അല്ലേ? ഒരുപാട് സാക്രിഫൈസ് നടക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നാളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ നാട്ടിൽ പോയിട്ട് ഒരു കുറച്ച് വർഷങ്ങളായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ എടുക്കാനില്ല, അപ്പോൾ നാട്ടിൽ പോയി ഒരുപാട് ചിലവാണെന്ന് പറയും. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോകാണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു ഏരിയയിൽ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം നാട്ടിൽ പോവാം, പിന്നെ വേണമെങ്കിൽ ഒരാഴ്ച ബാലിയിൽ പോയി താമസിക്കാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യാതെ വേണം നിങ്ങളൊരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി മേടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഹേർട്ട് യുവർ ഫൈനാൻസസ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ വിവേക് പറഞ്ഞാണ് ഇതിനകത്ത് മെയിൻ കാരണം. നമ്മളൊരു വീട് മേടിക്കും, പിന്നെ മറ്റൊരു വീട് എവിടെയെങ്കിലും പോയി മേടിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബാധ്യത കൊണ്ട് നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. ഒരു കാരണവശാലും നമ്മളൊരു നെഗറ്റീവ് ഗിയറിങ്ങിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ $1,500 ടാക്സ് റിട്ടേണിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബാധ്യതയായിരിക്കരുത് നമുക്ക്, പക്ഷേ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കണം. ബ്ലെസ്സിങ് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നല്ലതല്ല. ഇപ്പം വിവേക് പറഞ്ഞു, നാട്ടിൽ പോകാൻ പറ്റാതെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം വിവേക് ഒരാളുടെ കാര്യം പറഞ്ഞു, ഇതേപോലത്തെ 100 കണക്കിന് ആൾക്കാർ, മലയാളികളും ഏഷ്യൻസും അതേപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. ഇവരാരും നാട്ടിൽ പോകാറില്ല. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു പുള്ളിക്കാരത്തി പോയിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായിട്ട് പോയിട്ടില്ല. അത് പുള്ളിക്കാരത്തിക്ക് മകനും നാട്ടിൽ തന്നെയാണ്, ഒരു കൊച്ചുള്ളൂ, ആ കൊച്ചു നാട്ടിൽ തന്നെയാണ്, പോയിട്ടില്ല. കാരണം അവർക്ക് ഒരു വീട് മേടിച്ചു, രണ്ടാമതൊരു വീട് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചു, അതുകൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുന്ന ആൾക്കാരാണ്, നാട്ടിൽ പോയിട്ടില്ല. അപ്പം അങ്ങനെ വേണ്ടി നമ്മൾ വീട് മേടിച്ചിട്ടോ അങ്ങനെയൊന്നും, അതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ആയിരിക്കാൻ പാടില്ല ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നമ്മൾ എപ്പോഴും പോയി തെറ്റി വീണിട്ടുണ്ട്. അതൊന്നും കുഴപ്പമുള്ള കേസൊന്നുമല്ല.
എല്ലാവരും തെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഒന്നെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടാണ്, ഡിസ്പോസ് ചെയ്ത് കളയുക, പോകേണ്ട പൈസ ഒക്കെ പോയതാണ് പോവുക. ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുക. ആബ്സല്യൂട്ട്ലി അല്ലേ? തീർച്ചയായിട്ടും കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കറക്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് വേണം ചെയ്യാനായിട്ട്. ഇതേക്കുറിച്ച് ഒരുപാട് പഠിച്ച ആൾക്കാരോട് കൂടെ. ഇതിപ്പം വിവേക് പറഞ്ഞു ഇതിനകത്ത് ഡാറ്റയും കാര്യങ്ങളൊക്കെ പൈസ കൊടുത്ത് ആർക്കും കിട്ടും, പക്ഷെ അത് അനലൈസ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിലാണ്. പിന്നെ ഒരു കണക്ഷൻ വേണം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. അങ്ങനെയൊക്കെയാണ് ഇത് വളരുന്നത് നമ്മൾ. അപ്പോൾ ഇതിനോട് കൂടെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, IT ഫീൽഡിലുള്ള ആൾക്കാർക്ക് നല്ല ഇൻകം ഉള്ള ആൾക്കാരാണ്, പക്ഷെ അവർ ഒരിക്കലും പൈസ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. പലർക്കും $2 ലക്ഷം, $4 ലക്ഷം, $5 ലക്ഷം ഉള്ള ആൾക്കാരാണ് ഓരോ ഫാമിലി IT ഫീൽഡിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത് രണ്ടുപേരും. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിലെ? ഒന്നാമത് IT കാരുടെ ജീവിതം വളരെ ബിസിയാണ്. ഒരു ദിവസം 10-12 മണിക്കൂർ ജോലി ചെയ്യും. അതിനുശേഷം ഫാമിലി കമ്മിറ്റ്മെൻറ്റ്, കുട്ടികളുടെ ഡാൻസ് ക്ലാസ്, ക്രിക്കറ്റ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആ ഒരു വീക്ക് ഫുൾ പാക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് IT-ലുള്ളവർക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരിങ്ങനെ അവർക്ക് ഒരു പ്രോപ്പർ നോളജ് ഇല്ലാത്തതുകൊണ്ട് അവർ ഒരു കിട്ടണ ഒരു പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഒരിക്കലും കിട്ടണമെന്നില്ല. പിന്നെ ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ള നോളജ് അവരുടെ അടുത്ത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അവർ കാണുന്നതും അവരുടെ ഫ്രണ്ട്സും IT-കാരും പല ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ്, നമുക്കൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് വേറൊരു പ്രോപ്പർട്ടി മേടിക്കാം, പൈസയല്ല വലുത്, മൈൻഡ് സെറ്റാണ് വലുതെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ IT-കാർ ഇങ്ങനെ ഒന്നും മടിക്കുന്നത് വീട് മേടിക്കാൻ. അപ്പോൾ പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. താമസിക്കാൻ നല്ല വലിയ വീടൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു 1-2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. പക്ഷേ അതിലും കൂടുതൽ ഒന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് നമ്മുടെ അത് മൈൻഡ് സെറ്റ് നമ്മൾ തനിയെ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ്, ഏതെങ്കിലും ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എഡ്യൂക്കേറ്റഡ് അഡ്വൈസ് നമ്മൾ എടുക്കണം. പലരും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു സംഭവം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും, നീ ഗ്രീഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിനക്കൊരു വീട് സ്വന്തമായിട്ടില്ല. ഇവിടെ എന്തുമാത്രം ആൾക്കാർക്ക് വീടില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിനക്ക് 2 വീടുണ്ട്, ഇനി നിനക്ക് എന്തിനാടാ വീട് എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് അവർ ഗ്രീഡ് കൊണ്ടാണോ ചെയ്യുന്നത്? അല്ലല്ല, അത് അവരുടെ ഒരു ഡ്രീം ഉണ്ടാവും. ഓക്കെ, ഒരു പാസീവ് ഇൻകം, റിട്ടയർമെൻറ്റ് ഇൻകം, അതായത് അല്ലെങ്കിൽ ഒരു ജനറേഷണൽ വെൽത്ത്, ആ ഒരു ഡ്രീം ഉള്ളതുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൾക്കാരിങ്ങനെ ചോദിക്കുന്ന വെച്ചാൽ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ അവർക്ക് വീടില്ലാത്തതുകൊണ്ടായിരിക്കും. വീടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതെ. അപ്പോൾ ഈ ഒരു 3-4 വീട് എന്തുകൊണ്ട് മേടിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു പ്രോപ്പർട്ടി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് കിട്ടും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി 1-2 പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് വന്നതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്, 3-ൻ്റെയും 4-ൻ്റെയും. ഇപ്പോൾ ആദ്യമേ മേടിച്ചിട്ട് അതൊരു വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് മേടിക്കാൻ അവർ പേടിക്കും ആൾക്കാർ. അതെ. അപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള 1-2 വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മൾട്ടിപ്പിൾ അസറ്റ്സ് നമ്മൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ ആ ഒരു 1-2 പ്രോപ്പർട്ടി നിങ്ങൾ സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സോർട്ടഡ്. വളരെ സിമ്പിളാണത്. അതെ. ഇപ്പം പ്രോപ്പർട്ടി എന്നല്ല, ഏത് ഫീൽഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടം ഉണ്ടാവും. അതിനകത്ത് 100% പ്രോഫിറ്റബിളായിട്ട് ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്നേ അവരാരും ബിസിനസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് പഠിക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പോകുമ്പോഴേ ഉള്ളൂ. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരല്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഗ്രീഡ് കൊണ്ടല്ല ഈ വീട് മേടിക്കുന്നത്. നമുക്ക് ഈ ചെയ്യുന്ന ആൾക്കാർ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം നമ്മൾ മുന്നിലോട്ട് കാണുന്നുണ്ട്. എനിക്ക് ഏതൊക്കെയായാലും ഇപ്പോൾ എനിക്ക് 30 വയസ്സുണ്ട്, 50 വയസ്സുള്ളപ്പം എനിക്ക് ഒരു കാരണവശാലും 30 വയസ്സുകാരനെ പോലെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെറിയൊരു പാസീവ് ഇൻകം വേണം, അല്ലാതെ അവർ ഗ്രീഡായിട്ടില്ല. അതേപോലെ തന്നെ വിവേക് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ജനറേഷണൽ വെൽത്ത്. നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളൊരു സംഭവമാണ്. ഇവിടെ ഒരു ഏതൊരു പരിപാടിക്ക് പോലും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളിപ്പോൾ ആർക്ക് വേണ്ടിയ സ്വത്തുണ്ടാക്കുന്നത്, ആൾക്ക് വേണ്ടിയ സ്വത്തുണ്ടാക്കുന്നത്, മക്കൾക്ക് നമ്മുടെ സ്വത്ത് വേണ്ട, മക്കൾക്ക് നമ്മുടെ സ്വത്ത് വേണ്ട. അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. അത് വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. നമ്മുടെ ജനറേഷണൽ വെൽത്ത് നമ്മൾ ഉണ്ടാക്കണം, അത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ആ ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ. ഇനി ഇവിടുന്ന് നമ്മുടെ ഫാമിലിയുടെ ഹിസ്റ്ററി നമ്മളായിട്ട് വേണം തുടങ്ങാനായിട്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആയിട്ട് തുടങ്ങിയതാണ്. അല്ലാതെ അത് നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടൽ കടന്നപ്പോൾ തീർന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു അതൊക്കെ തീർന്നു പോയി. ഇനി ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളാണ് വെക്കേണ്ടത്. ആ സ്റ്റെപ്പ് നമ്മൾ തീർച്ചയായിട്ടും നല്ല ബോധ്യത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്.
പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ബൂമായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഒരു സബർബിലോട്ട് നമ്മൾ പോകാൻ കൂട്ടിക്കും. ആ സബർബിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് പ്രോപ്പർട്ടി കിട്ടാറില്ല. ഏറ്റവും മോശപ്പെട്ട പ്രോപ്പർട്ടി നമുക്ക് കിട്ടാറുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് ഈ നല്ല പ്രോപ്പർട്ടികൾ എങ്ങനെ നേരത്തെ അറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നേരത്തെ എങ്ങനെ മേടിക്കാനായിട്ട് സാധിക്കും? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സെയിൽ വന്നു, കെ-മാർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോയി, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൈസ് ലാർജ് എന്ന് വെച്ചാൽ അത് ഉണ്ടാവില്ല. നിങ്ങളൊരു ഷർട്ട് മേടിക്കണമെങ്കിൽ XXL ഒരുപാടുണ്ടാവും. അതെ. അതേപോലെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലോ വല്ല ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല വീടുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് സോൾഡായി പോകും. അത് സോൾഡായി പോവാത്ത വീടുകളൊക്കെയാണ് ഇപ്പോഴും ഓപ്പണായി കിടക്കുന്നത്. അപ്പം നല്ല വീട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 days, ഈവൻ മേ ബി അവേഴ്സിൻ്റെ ഉള്ളിൽ അത് സോൾഡായി പോകും. അപ്പോൾ അതിനുള്ള പേഷ്യൻസ് വേണമെന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഇപ്പോൾ രണ്ടാമതെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ട പ്രൊആക്റ്റീവായിട്ട് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അടുത്ത് സംസാരിക്കുക. അപ്പോൾ നിങ്ങളൊരു സബർബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിച്ചിട്ട് ഈ വീട് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം അതിൻ്റെ കൂടാതെ ഇനി അപ്കമിങ് സ്റ്റോക്ക് എന്താണ്, അതിനെപ്പറ്റി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങളൊരു ഹോട്ട് ബയർ ആണെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അടുത്ത് പറയാം, ഓക്കെ എനിക്ക് പ്രീ അപ്രൂവൽ ഉണ്ട്, ഐ വുഡ് ലൈക്ക് ടു ബൈ ദിസ് പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് സ്റ്റോക്ക് വരുന്നത്, നിങ്ങൾക്ക് ഓഫ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇപ്പം ഐ എം റെഡി ടു ബൈ. അങ്ങനെ അവർക്ക് തോന്നണം നിങ്ങളൊരു ടൈം വേസ്റ്റർ അല്ല, നിങ്ങളൊരു സീരിയസ് ബയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വീട് കിട്ടും എന്തായാലും. അല്ലേ? അങ്ങനെ നമ്മൾ ഓഫ് മാർക്കറ്റിൽ നിന്ന് പ്രോപ്പർട്ടി മേടിക്കുന്നത് അല്ലേ? അബ്സല്യൂട്ട്ലി. തീർച്ചയായിട്ടും. അപ്പോൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുക. അതെ അതെ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളത്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വെൻഡേഴ്സും ഉണ്ട്, അവർ ഓഫ് മാർക്കറ്റ് വിൽക്കുന്നവർ അല്ലേ? അവർ പബ്ലിക്കായിട്ട് വിൽക്കാൻ താല്പര്യമില്ലാത്ത പല പല കാരണങ്ങൾ കൊണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ അതുകൊണ്ടൊരു റിലേഷൻഷിപ്പ്, അതിപ്പോൾ നമ്മൾ ഒരു ബൈസ് ഏജന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണക്കാരനും നമ്മൾ ഏജൻസിനെ വിളിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുക, ഇന്ന് വിളിക്കുക, ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും വിളിക്കുക, സ്റ്റോക്ക് ഉണ്ടെന്ന് ചോദിക്കുക, ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്കൊരു വീട് കണ്ടു അവർ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടി ഒരെണ്ണം പ്രസൻറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക, എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്തതെന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ഓക്കെ ഇന്ന കാരണങ്ങളുകൊണ്ടാണ് ഇവർ മേടിക്കാത്തത്, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി അവർ നിങ്ങൾക്ക് പിന്നെ വരുമ്പോൾ തരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരിക്കലും ഗോസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ഓക്കെ പിന്നെ സംസാരിക്കാം, പിന്നെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് ഇല്ല, അപ്പോൾ സെയിൽസ് ഏജൻറ്റ് വിചാരിക്കും ഇങ്ങനെ സീരിയസ് ആയ ആളല്ല, അങ്ങനെ വിചാരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും സീരിയസ് ആയിട്ടിരിക്കണം. ഈ ഒരു സബർബിൽ ഇന്ന ക്രൈറ്റീരിയ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് നല്ല ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആക്ട് ചെയ്യണം. അതിനുള്ള ഗ്രൗണ്ട് വർക്കൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇത്ര നാൾ പോപ്പുലർ അല്ലാതിരുന്നൊരു സംഭവമാണ് ബൈയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈയേഴ്സ് ഏജൻറ്റ്സ് ഒരുപാട് ആൾക്കാർ മലയാളികളായിട്ടുള്ളവരുമുണ്ട്, മറ്റ് ഇന്ത്യൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരുമുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ഓസ്ട്രേലിയൻസും ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും വിക്ടോറിയയിൽ നമ്മൾ വീട് മേടിച്ച ആൾക്കാർ, നമ്മളിവിടെ വന്ന ആൾക്കാർ, 10 കൊല്ലം മുമ്പ് വന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അന്ന് നല്ലൊരു ബൂമായിരുന്നു വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലം അല്ലേ? നമ്മൾ ലോക്കൽ മേടിക്കുന്നു, എങ്ങനെ മേടിച്ചാലും പൈസ കയറുമായിരുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറി അല്ലേ? എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലാക്കുന്നത്? എവിടെയാണ് നമുക്ക് അടുത്ത പ്രോപ്പർട്ടി വില കയറാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ ആദ്യമേ ഈ റിസ്ക് ഉള്ള ഏരിയ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ എന്താണ്? ഇപ്പോൾ ഈ ഫ്ലഡ്, ബുഷ് ഫയർ, പിന്നെ ഏതെങ്കിലും സിംഗിൾ ഇൻഡസ്ട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൗൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സബർബ്സ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഏരിയ, ഒരു സബർബ്, അവിടുത്തെ ലോക്കൽസിന് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ABS, ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സബർബ്, അതായത് അവിടുത്തെ ആൾക്കാരുടെ ഇൻകം കൂടുതലാണ്, പക്ഷേ വീടുകളുടെ വിലയും കുറവാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ അഫോർഡബിലിറ്റി കൂടുതലാണ്, അത് നമ്മൾ നോക്കണം. പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ എവിടെയാണ് ആൾക്കാരുടെ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, എവിടെയാണ് ഈ റെൻ്റൽ ഡിമാൻഡ് കൂടുതലുള്ളത്, ഈ താമസിക്കാൻ വേണ്ടി വീട് മേടിക്കുന്ന ഒരാൾക്കാരുടെ ഡിമാൻഡ് കൂടുതൽ എവിടെയാണ്, അത് നമ്മൾ മനസ്സിലാക്കി എവിടെയാണോ സപ്ലൈ കുറവ് അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കുറേ ടൂൾസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ പെയ്ഡ് ടൂൾസ് തന്നെ വേണമെന്നില്ല, ഫ്രീ ടൂൾസും നിങ്ങൾക്ക് ഒരുപാട് കിട്ടും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഏരിയ ഓക്കെ അടുത്തൊരു ബൂം ഏരിയ ആണെന്നുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ മാപ്പ് നോക്കിയിട്ട് ഓക്കെ സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, എന്നാൽ ശരി എന്നാൽ മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് അത് പണി കിട്ടും എന്തായാലും. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ കയ്യിൽ $60,000 ഉണ്ട്. $60,000 അവനെ സംബന്ധിച്ചൊരു പ്രോപ്പർട്ടി മേടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. 60,000 പറ്റും. 60,000 എന്ന് പറയുമ്പോൾ 10% മറ്റേ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ മോർഗേജ് ബ്രോക്കർ ആയിരിക്കും അവർ ഹെൽപ്പ് ചെയ്യുന്നത്.
പക്ഷെ പിന്നെ ഡെപ്പോസിറ്റ് പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ 60,000 പറ്റും. 60,000 അതൊക്കെ ഒരു കാൽക്കുലേഷനാണ്. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസർച്ച് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു വീട് എന്തായാലും പറ്റും. അതായത് ഒരു 3 ലക്ഷത്തിന് വീട് മേടിക്കാൻ പറ്റും അല്ലേ? അതെ. ഇപ്പം നമ്മുടെ ഓസ്ട്രേലിയയിൽ പല റേഞ്ചുകളുള്ള വീടുകളുണ്ട്. പലയിടത്തും നമ്മൾ കേൾക്കാം എന്താണ് നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡ് ആയിപ്പോയി പ്രൈസ് എല്ലാം. ഇപ്പോൾ മെൽബണിലാണെങ്കിൽ ഇപ്പോൾ ഒരു $8 ലക്ഷം അല്ലെങ്കിൽ $10 ലക്ഷം, $1 മില്യൺ. അപ്പോൾ ഏത് സ്റ്റേറ്റായിരുന്നു? ഇപ്പോൾ വിക്ടോറിയ മാത്രമല്ല, മെൽബണിന് മാത്രമല്ല, ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസ്, സിഡ്നി, അതായത് നമ്മുടെ ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, ഈവൻ നോർത്തേൺ ടെറിട്ടറിയുടെ കേസ് എനിക്കറിയാം. എല്ലാവർക്കും ഭയങ്കര വിലയാണെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുവാണ്, നമുക്കൊരു $2.5 ലക്ഷം $3 ലക്ഷം വീട് മേടിക്കാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമുക്ക് വീട് മേടിക്കാൻ സാധിക്കുമോ? നിങ്ങൾ റിസ്ക്കാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ 2 ലക്ഷത്തിനും അല്ല, 2 ലക്ഷം വളരെ കുറവാണ്. 3 ലക്ഷത്തിൻ്റെ ഒക്കെ വീട് വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ ശരിക്കും പറഞ്ഞു, പ്രോപ്പർ ലാൻഡൊക്കെ ഉള്ള വീടുകൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4 ലക്ഷം നമ്മൾ നോക്കാം, ഒരു 4 to 5 ലക്ഷം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും വീടുകൾ അവൈലബിൾ ആണ്. അത് വളരെ നിങ്ങൾ കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ചിലത് ഹൈ റിസ്ക് ഏരിയാസ് ഉണ്ട്, അത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്തിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അങ്ങനത്തെ ലൊക്കേഷൻസിൽ കുറേ ഷോർട്ട് ടേം ബൂം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ചിലപ്പോൾ വില താഴാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി അത് 1 മില്യൺ ആയനെ, അത് 1 മില്യൺ അല്ല, അതിപ്പോൾ 400 നിൽക്കാനൊരു കാരണമുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഇനി വില കൂടാൻ സാധ്യതയുണ്ടോ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം മേടിക്കാൻ. എന്നിട്ട് വില കയറുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു ലോങ് ടേം പ്രോഡക്റ്റ് ആയിരിക്കണം എന്നില്ല 4 ലക്ഷത്തിൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു വീട് മേടിക്കാൻ. ചിലപ്പോൾ ഒരു 5-5.5 ലക്ഷത്തിൻ്റെ വീടായിരിക്കും നിങ്ങളുടെ ഗ്രോത്തിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി ഉടനെ അങ്ങ് മേടിക്കരുത്, നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് മേടിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 12 വർഷം മുമ്പ് ഇപ്പോൾ മെൽബണിൽ വില കൂടുന്ന സമയത്ത് പലരും ഈ മെൽട്ടൺ, ഹോപ്പസ് ക്രോസിംഗ് അവിടെയൊക്കെ 3 ലക്ഷത്തിന് വീട് മേടിച്ചു. അവിടെയൊക്കെ വില 6 ലക്ഷമേ ഉള്ളൂ. അതേസമയം നിങ്ങൾ നല്ലൊരു സബബ് ഒരു 4.5 ലക്ഷം അന്ന് നിങ്ങൾ ചിലവാക്കിയിരുന്നെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ അതിന് ഏകദേശം 1 മില്യൺ ആയനെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ലോങ് ടേം ഗ്രോത്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോപ്പർട്ടി അനലൈസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നിങ്ങൾ പറഞ്ഞ പോലെ 3 ലക്ഷം അത് ചീപ്പായിട്ട് തോന്നുകയാണെങ്കിലും ചിലപ്പോൾ അത് നല്ലൊരു വാല്യുബിൾ അസറ്റ് ആയിരിക്കണം എന്നില്ല. അതെ, ചീപ്പ് എന്ന് പറഞ്ഞത് സംഭവം ശരിയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ ചെറിയ ജോബാണ്. അപ്പോൾ നമുക്ക് പൈസ സ്വരൂക്കൂട്ടി എല്ലാം കൂടി എടുത്തിരിക്കുന്നത് നമുക്കൊരു $50,000 ഉള്ളൂ. $50,000 ഉള്ളെങ്കിൽ നമുക്ക് 2.5 ലക്ഷത്തിൽ കൂടുതൽ മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പിന്നെയും ഒരു 2 കൊല്ലം കൂടെ നോക്കി വെയിറ്റ് ചെയ്ത് മേടിക്കുന്നേക്കാളും നല്ലത് ഈ 2.5 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷത്തിന് മേടിക്കുന്നത് തന്നെയല്ല നല്ലത്. ശരിയാണ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അത് ഒന്നും ചെയ്യാണ്ടിരിക്കണേക്കാട്ടിലും ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും ബേസിക്കലി നോക്കുന്നത് ഏർലി റിട്ടയർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഏർലി റിട്ടയർമെൻറ്റിലേക്ക് വിവേക് പറയുമ്പോൾ ഏകദേശം എത്ര വീട് നമുക്ക് വേണം? ഒരു 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വീട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് റിട്ടയർമെൻറ്റ് നിങ്ങൾ സെറ്റായി. പക്ഷേ ഈ 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും? അതെ, നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1-2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുന്നു, പിന്നെ അതിനുശേഷം 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി 2-3 കറക്റ്റ് ആ ഒരു സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോന്നിൻ്റെയും ഗ്രോത്ത് അനുസരിച്ചിട്ട് അതിന് ഇക്വിറ്റി ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത വീടുകൾ മേടിക്കുന്നു. അങ്ങനെ ഒരു 10-12 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഈ അവസാനം മേടിച്ച 1-2 അത് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് സെല് ചെയ്തിട്ട് ആദ്യം മേടിച്ച 2 പേ ഓഫ് ചെയ്യുന്നു. അപ്പം അങ്ങനെ നിങ്ങളൊരു 4-5 വീട് മേടിച്ചു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഗ്രോത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ 2 വീട് ഫുള്ള് അടച്ചു തീർക്കാൻ പറ്റും. ഒരു 7 to 10% നിങ്ങൾക്ക് ഗ്രോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് അത് പറ്റും. അപ്പോൾ അതിനുശേഷം എല്ലാം ഫ്രീ ആയില്ലേ? അപ്പം മോർഗേജ് ഫ്രീ ആയി. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും യാതൊരു പ്രശ്നമില്ല. അല്ല, ഇപ്പം IT ഫീൽഡ് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം IT-കാരെ സംബന്ധിച്ചിടത്തോളം അവരത് കോൺട്രാക്ട് ജോബുകളല്ലേ കൂടുതലും. അപ്പോൾ അത് മലയാളികളായാലും ഓസ്ട്രേലിയക്ക് വന്ന മലയാളികളായാലും അത് ഏത് ഗണത്തിൽപ്പെട്ടവരും, ഇപ്പോൾ ലോക്കൽസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാം കോൺട്രാക്ട് ജോബുകളാണ് കൂടുതലും. അത് മിക്കവാറും 2 കൊല്ലം 4 കൊല്ലം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളല്ലേ? അതെ, അല്ല ചിലപ്പോൾ 6 months കോൺട്രാക്ട് ഉണ്ടാവും. 6 months കോൺട്രാക്ട്, 9 months കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം വെച്ച് എപ്പോഴും മൂട്ടി തീ വെച്ച അവസ്ഥയാണ്. ഈ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുംബം കഴിഞ്ഞ് പോകണ്ടേ? അതെ. അപ്പോൾ വേറെ ഇൻകം ഒന്നുമില്ല നമുക്ക് വരാനായിട്ട്. ഭക്ഷണം കഴിക്കുകയും ചെയ്യണം, വീട് പുലരുകയും ചെയ്യണം.
അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു 10-20,000 ഒരു $30,000 നമുക്ക് ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാം. അടുത്ത ജോബ് കിട്ടുകയുള്ളൂ നേരത്തേക്ക് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്ന അറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കോൺട്രാക്റ്റ് നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലേ. ഒരിക്കലും നമ്മുടെ ഫാമിലിക്ക് ഫീസിബിൾ ആയിട്ടുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഫീസിബിൾ ആയിരിക്കില്ല. ഒരു കുറച്ചൊരു ചെറിയൊരു ബാക്കപ്പ് എന്ന നിലയിലും ഈ നമ്മൾക്ക് ഈ എന്താ പറയുക പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അല്ലേ. എനിക്ക് കൂടുതലായിട്ട് IT-ക്കാരെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ആൾക്കാർ. അതെ, കാരണം IT-ക്കാരുടെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു കോൺട്രാക്റ്റ് തീരുമ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്. അയ്യോ ഇനിയിപ്പോൾ അടുത്തൊരു കോൺട്രാക്റ്റിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ബിസി ആയിരിക്കും. കാരണം കോൺട്രാക്റ്റ് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ഞാനിപ്പോൾ കയറിയിട്ടല്ലോ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പോഴേക്കും കോൺട്രാക്റ്റ് തീരും. നിങ്ങളൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ആ കോൺട്രാക്റ്റ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യോ കോൺട്രാക്റ്റ് തീർന്നു ഇനിയിപ്പോൾ വീട് മേടിക്കണ്ട ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു അവസ്ഥയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് പെർമനൻറ്റ് ജോബ് ഉണ്ടാവും, രണ്ടാമത്തെ ആൾക്കാർ കോൺട്രാക്ടർ ആയിരിക്കും, ചിലപ്പോൾ രണ്ടുപേരും തന്നെ കോൺട്രാക്ടർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇപ്പോൾ അടുത്തൊരു 20 വർഷം ഞാനിങ്ങനെ കോൺട്രാക്റ്റേ ചെയ്യുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം. എനിക്കെന്തായാലും ജോലി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കോൺട്രാക്റ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ നോക്കിയിട്ട് നമ്മൾ വീട് മേടിക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. ഇപ്പം AI-യുടെ കാലമാണ്. AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് വളരുവാണ്. അതുകൊണ്ട് ഇപ്പം പല സീനിയേഴ്സും ചെയ്തുകൊണ്ടിരുന്ന ജോബ് ജൂനിയേഴ്സിന് ചെയ്യാൻ പറ്റും. പല ഇടങ്ങളിലും ഇപ്പം ജൂനിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ജോബ് ഈ AI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണി എത്ര നാളത്തേക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയം കൊണ്ട് പറ്റുന്നത്രയും പ്രോപ്പർട്ടി മേടിച്ചിടുക. വിവേക് അതിനകത്ത് എന്താ പറയുക നേരത്തെ ഒരു എൻലൈറ്റനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയും കേട്ടോ. അത് ദൈവാനുഗ്രഹം ഉള്ള ഒരാളാണ് അല്ലേ. തീർച്ചയായിട്ടും കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാനായിട്ട് കാര്യം തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി മേടിക്കുക അല്ലെങ്കിൽ താമസിച്ച് മേടിക്കുക ഇതൊന്നും നമ്മുടെ കയ്യിലെ തെറ്റില്ല. നമുക്ക് എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ബോധ്യമാകുന്നത് അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അല്ലേ. അതല്ലേ ഇന്നത്തെ കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആരും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഇതെപ്പോഴും നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും അതേക്കുറിച്ച് അനലൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയെക്കുറിച്ച് നമ്മൾ പറയുന്ന കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഇപ്രാവശ്യം ഏതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളൊന്ന് IT ഫീൽഡിൽ ഉള്ള വിവേകാണ്. അദ്ദേഹം ഇതിൽ നിന്ന് മാറിയൊന്ന് ചിന്തിക്കുന്നത് കൊണ്ടും പിന്നെ IT ഫീൽഡിൽ നടക്കുന്ന ബുദ്ധിമുട്ട് ഈ കോൺട്രാക്റ്റ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു കോൺട്രാക്റ്റ് തരുന്നു, അടുത്ത കോൺട്രാക്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകൾ, ടെൻഷൻ അടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ഇൻകം നമുക്കുണ്ടെങ്കിൽ, ഒരു പാസീവ് ഇൻകം നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ വിവേകിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. വിവേകിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നമ്മുടെ വീടുകളിൽ നമുക്ക് 2 പേരുണ്ടെങ്കിൽ 2 പേരും ഒരേ സപ്പോർട്ടായിരിക്കില്ല, 2 പേർക്ക് ഒരേ നോളജ് ആയിരിക്കില്ല ഇതേക്കുറിച്ച്. അതൊരു വലിയ വിഷയം തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും. അപ്പം ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലും ഡ്രോബാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ ഒരു ജനറൽ നോളജാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ നമ്മുടെ വരുന്ന നെക്സ്റ്റ് ജനറേഷൻ ടു കം, മിനി ജനറേഷൻ, മേ ബി നമ്മുടെ ജനറേഷൻ ഒരു പക്ഷേ ഇവിടെ 1000 കൊല്ലത്തേക്കുണ്ടെങ്കിൽ 1000 കൊല്ലത്തേക്ക് വേണ്ട ജനറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളാണ് വെക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ. നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വം നമ്മളാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഉടായ്പകളൊന്നും പറയണ്ട. ആരെന്ത് പറഞ്ഞാലും നമുക്ക് വെൽത്ത് വേണം, അതേപോലെ തന്നെ കുടുംബസമാധാനം വേണം, ജീവിതത്തിൽ നന്നായിട്ട് സക്സസ് ആവണം, എല്ലാവരെയും സഹായിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വിവേകന് എന്താണ് പറയാനുള്ളത്? കൺക്ലൂഡ് ചെയ്തു. വളരെ സന്തോഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ജിൽസ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് സംബന്ധപ്പെട്ട ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഹോം ബയറാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഈ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടതിൽ വളരെ നന്ദി. ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം എടുത്ത് പറയുകയാണ്, ആദ്യത്തെ വീട് മുതൽ പ്ലാൻ ചെയ്ത് വേട്ടോ മേടിക്കാൻ, അതാണ് നല്ലത്. പക്ഷേ ഇവർക്ക് ബയേഴ്സ് ഏജൻസിന് അവർക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആദ്യം തുടക്കത്തിൽ മുതൽ തന്നെ പ്ലാൻ ചെയ്ത് പോകുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരിക്കും, ജീവിതത്തിൽ ഒരുപാട് പുരോഗമിക്കാനായിട്ട് സാധിക്കും. അതെ, അതായത് ആദ്യത്തെ വീടും അത് വളരെ കറക്റ്റാണ്. കാരണം ആദ്യത്തെ വീട് അല്ലെങ്കിൽ ആദ്യത്തെ 1-2 വീടായിരിക്കും നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മേടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മാക്സിമം നിങ്ങൾ റിസർച്ച് ചെയ്യുക, ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക ഇഫ് യു വാണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ആവുന്നത്. അപ്പോൾ അതാണ് ഈവൻ നമ്മൾ ഓൺ ഓക്കുപ്പൈഡ് വീട്, നമ്മുടെ ആദ്യത്തെ വീട് വേണമെങ്കിൽ പോലും ഇവരോട് സംസാരിച്ചിട്ട് മേടിക്കാവുന്നതാണ്. അതിപ്പോൾ വിവേകനെ വിളിക്കുക, അദ്ദേഹം എപ്പോഴാണെങ്കിലും ഫോൺ എടുക്കാനായിട്ട് ഫോൺ എടുക്കില്ലേ, ഫോണൊക്കെ എടുക്കും. അദ്ദേഹത്തെ വിളിക്കുക, ചോദിക്കുക. ഇപ്പോൾ വിവേകമായിട്ട് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു അഡ്വൈസ് ഒക്കെ ചോദിക്കുക, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ അപ്പം എല്ലാവരും നല്ല അടിപൊളി വീടും മേടിച്ച് നല്ല എന്താ പറയുക, ഓസ്ട്രേലിയയിൽ നമുക്ക് പൊളിക്കണം മലയാളികൾക്കല്ല. പിന്നെ തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.